റെപ്ലിക്കേഷന് വേണ്ട മെഷീനറീസും എൻസൈംസും ഒക്കെയാണ്. മെഷീനറീസ് ആൻഡ് എൻസൈംസ് ഫോർ റെപ്ലിക്കേഷൻ. ഓക്കെ ആണല്ലോ. നമ്മൾ ഫസ്റ്റ് പറയുകയാണ് എങ്ങനെയാണ് അത് നടക്കുന്നത് നമ്മൾ ഫസ്റ്റ് പറയുകയാണ്. ഓക്കെ ആണല്ലോ. എൻസൈംസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. എൻസൈംസ് ആണ് നമ്മൾ പറഞ്ഞു DNA ഡബിൾ സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു. ഈ ഡബിൾ സ്ട്രാൻഡഡ് DNA അൺവൈൻഡ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡഡ് DNA മാറ്റണം അല്ലേ? അതിനുവേണ്ടി DNA അൺവൈൻഡ് ചെയ്യാനുള്ള എൻസൈം വേണം. അതാണ് ഫസ്റ്റ് എൻസൈം. അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള എൻസൈം ആണ് DNA ഹെലിക്കേസ്. DNA അൺവൈൻഡ് ചെയ്യുന്ന DNA is a ഡബിൾ ഹെലിക്സ് അല്ലേ? ആ ഹെലിക്സിന് ചുറ്റിയിരിക്കുകയാണ്, അതിനെ അഴിക്കാനുള്ള എൻസൈം ആണ് DNA ഹെലിക്കേസ്. DNA ഹെലിക്കേസ് ഈസ് അൺവൈൻഡിങ് എൻസൈം. ഇറ്റ് ഈസ് അൺവൈൻഡ് ചെയ്യുകയാണ്. ഹെലിക്കേസ് ഈസ് അൺവൈൻഡിങ് എൻസൈം. ഓക്കെ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് പറഞ്ഞ എൻസൈം. അൺവൈൻഡിങ് എൻസൈം ആണ് DNA ഹെലിക്കേസ്. രണ്ടാമത് പറഞ്ഞ എൻസൈം ആണ് DNA സിന്തസിസ് നടക്കണം അല്ലേ? അപ്പോൾ അൺവൈൻഡ് ചെയ്തു രണ്ട് സ്ട്രാൻഡിലും DNA സിന്തസിസ് നടക്കണം. DNA സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് DNA പോളിമറേസ്. ഇതിനു വേണ്ടിയുള്ള എൻസൈം ആണ് DNA പോളിമറേസ്. എന്തിനു വേണ്ടിയുള്ളതാണ്? ഫോർ സിന്തസൈസിങ് DNA സ്ട്രാൻഡ്. ഫോർ സിന്തസൈസിങ് DNA സ്ട്രാൻഡ്. ഓക്കെ ആണല്ലോ. പക്ഷേ ഈ DNA പോളിമറേസിന് ഒരു കഴിവുകേടുണ്ട്. DNA പോളിമറേസിന് ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ്സിനൊന്നും ആഡ് ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ കഴിയില്ല DNA പോളിമറേസിന്. അത് ഇപ്പോൾ ഒരു സ്ട്രാൻഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഇവിടെ നിന്നും ഇപ്പോൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ പറഞ്ഞു DNA റെപ്ലിക്കേഷന് ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ കഴിയില്ല. അത് നോക്കിക്കോളൂ. ഇപ്പോൾ ATGC ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ ഒരു സ്ട്രാൻഡ്. അപ്പോൾ പുതിയ സ്ട്രാൻഡ് ഉണ്ടാവണം. അതിനുവേണ്ടി ഇവിടെ തൈമിനെ ആഡ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ DNA പോളിമറേസിന് കഴിയില്ല. ഓൾറെഡി ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ ഓക്കെ, ഇവിടേക്ക് ഗ്വാനിൻ, ഗ്വാനിന് കോംപ്ലിമെന്ററി ആയിട്ട് സൈറ്റോസിൻ, സൈറ്റോസിന് കോംപ്ലിമെന്ററി ആയിട്ട് ഗ്വാനിൻ, അഡിനിന് കോംപ്ലിമെന്ററി ആയിട്ട് തൈമിൻ ഒക്കെ ഉണ്ടാക്കി പോകാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇവിടെ ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ മാത്രമേ DNA പോളിമറേസിന് കഴിയുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇപ്പൊ DNA പോളിമറേസിന് ഒരു പ്രോബ്ലം ഉണ്ട്. DNA പോളിമറേസ് cannot initiate replication. അതൊരു ഡ്രോബാക്ക് ആണ് DNA പോളിമറേസിന്റെ. ഓക്കെ ആണല്ലോ. DNA polymerase cannot initiate replication. That is, ഇതിന് ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ കഴിയില്ല. ആർക്ക്? DNA പോളിമറേസിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ട്രാൻഡ് അവിടെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി അവിടെ ഒരു എൻസൈം വരും. ആ എൻസൈമിനെ പറയുന്ന പേരാണ് പ്രൈമേസ്. ഓക്കെ ആണല്ലോ. പ്രൈമേസ് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ചെറിയൊരു ഫ്രാഗ്മെന്റ് അവിടെ ഉണ്ടാക്കി വെക്കും. പ്രൈമേസ് വന്നിട്ട് അവിടെ ചെറിയൊരു ഫ്രാഗ്മെന്റ് ഉണ്ടാക്കി വെക്കും. ഈ ഫ്രാഗ്മെന്റിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോവുക മാത്രമാണ് DNA പോളിമറേസ് ചെയ്യുക. നോക്കിയാണല്ലോ. ഈ ഫ്രാഗ്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമർ. ഇതിന്റെ ഫംഗ്ഷൻ ആണ് പ്രൈമറിനെ ഉണ്ടാക്കുക. ഇറ്റ് സിന്തസൈസ് പ്രൈമർ. എന്താണ് പ്രൈമർ? ഈ പ്രൈമേസ് ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ്, ഷോർട്ട് സീക്വൻസിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഈ പ്രൈമറിന്റെ സ്പെഷ്യാലിറ്റി പ്രൈമേസിന്റെ അല്ല, ഓക്കെ, ഈ പ്രൈമറിന്റെ സ്പെഷ്യാലിറ്റി ദിസ് പ്രൈമർ ഈസ് ആൻ RNA. പ്രൈമർ DNA അല്ല, പ്രൈമർ RNA ആണ്. ഓക്കെ ആണല്ലോ. ഈ പ്രൈമറിന്റെ സ്പെഷ്യാലിറ്റി പ്രൈമർ RNA ആണ്, DNA അല്ല. അപ്പൊ ഈ അവിടെ ഓൾറെഡി ഒരു RNA ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുക മാത്രമാണ് DNA പോളിമറേസിന് കഴിയുക. അപ്പൊ DNA പോളിമറേസിന്റെ വലിയൊരു ഇൻഎബിലിറ്റിയാണ് DNA polymerase cannot initiate replication. Okay ആണല്ലോ. So it requires the activity of primase enzyme. Primase enzyme എന്ന് ചെയ്യുന്ന കാര്യം ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് RNA ഉണ്ടാക്കും. This short stretch of RNA is called as primer. അങ്ങനെ പ്രൈമറിനെ ഉണ്ടാക്കുന്ന ഈ എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമേസ്. പ്രൈമേസിന്റെ ആവശ്യം എന്തായിരുന്നു? DNA polymerase cannot initiate replication. That is, it cannot add first nucleotides. Okay ആണല്ലോ. ഇനി നാലാമത്തെ ഒരു എൻസൈം പറയുന്നതാണ്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ RNA ഒക്കെ കട്ട് ചെയ്ത് കളയണം. RNA കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസിനെയൊക്കെ ജോയിൻ ചെയ്യണം. അങ്ങനെ RNA കട്ട് ചെയ്ത് ബാക്കിയുള്ള പോർഷൻസിനെയൊക്കെ ജോയിൻ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് DNA ലിഗേസ്. ഓക്കെ ആണല്ലോ. ഈ RNA ഒക്കെ കട്ട് ചെയ്ത് കളയും. ലാസ്റ്റില് ആ പോർഷൻസ്
ജോയിൻ ചെയ്യണം. ആറിനെ ഈ ലാസ്റ്റിൽ ഈ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെയും കൂടി DNA ആക്കും. ഈ പോർഷനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ കൂടി DNA ആക്കും. ഈ DNA ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോയിൻ ചെയ്യിക്കണം. ആ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA ligase. ഓക്കെ ആണല്ലോ. DNA ligaseന്റെ ഫംഗ്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എന്തിനാണ് ജോയിൻ ചെയ്യിക്കുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയുന്നതായിരിക്കും. അപ്പൊ ഇപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിക്കുക. DNA ligase അതിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. DNAയുടെ ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ. DNAയുടെ ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA ligase. അപ്പൊ ഇത്രയുമാണ് DNA റെപ്ലിക്കേഷനിൽ വരുന്ന മേജർ ആയിട്ടുള്ള എൻസൈംസ്. ഫസ്റ്റ് ആണ് ഹെലിക്കേസ് എൻസൈം. ഹെലിക്കേസ് എൻസൈം ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് ഇങ്ങനെ ഹെലിക്സ് പോലെ ഇരിക്കുകയാണ് DNA. അതിനെ അൺവൈൻഡ് ചെയ്ത് അഴിച്ചെടുക്കുന്ന ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എൻസൈമാണ്. രണ്ട് സ്ട്രാൻഡ് ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ് എൻസൈം. ഓക്കെ ആണല്ലോ. അപ്പൊ ഹെലിക്കേസ് ഈസ് അൺവൈൻഡിങ് എൻസൈം. DNAയുടെ രണ്ട് സ്ട്രാൻഡിനെയും അഴിച്ചെടുക്കുന്നു. അൺവൈൻഡിങ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. വായിക്കാൻ കഴിയുന്നുണ്ടോ? അൺവൈൻഡിങ് എൻസൈം ആണ്. രണ്ടാമത്തെ എൻസൈം ഇവിടെ ഇങ്ങനെ DNA സിന്തസൈസ് ചെയ്യണം. DNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറേസ്. പക്ഷെ DNA പോളിമറേസിന് ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാൻ കഴിയില്ല. അതായത് DNA റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള എൻസൈമാണ് പ്രൈമേസ് എൻസൈം. അപ്പൊ പ്രൈമേസ് ഒരു ചെറിയ RNA ഉണ്ടാക്കും. ആ RNAയുടെ പേരാണ് പ്രൈമർ. Primase synthesis a short stretch of RNA. That short stretch of RNA is called as primer. Okay ആണല്ലോ. അങ്ങനെ പിന്നീട് പ്രൈമറിനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. പ്രൈമറിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി ലാസ്റ്റിൽ ആ DNAയുടെ ഫ്രാഗ്മെന്റ്സിനെ പ്രൈമറിനെ കട്ട് ചെയ്തിട്ട് DNA ആക്കും ലാസ്റ്റ് ആ ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ആ ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA ligase. അപ്പൊ DNA ligaseന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ജോയിൻ DNA fragments. DNA ligase helps to join DNA fragments. അങ്ങനെ DNA ഫ്രാഗ്മെന്റ്സിനെ ഒക്കെ നമ്മൾ പിന്നീട് പറയാം. DNA ഫ്രാഗ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയാണ് DNA റെപ്ലിക്കേഷന് വേണ്ട എൻസൈംസ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുക? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു DNA ഉണ്ടാകും. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അൺവൈൻഡ് ചെയ്ത് രണ്ട് സ്ട്രാൻഡ് ആയിട്ട് മാറും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ പറയുകയാണ് ഇങ്ങോട്ടാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ്? 5' to 3' ഡയറക്ഷൻ. ഇത് 3' to 5' ഡയറക്ഷൻ എന്ന് നമുക്കറിയാം. Both strands of DNA are anti-parallel in nature. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളുടെ റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പൊ റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. റെപ്ലിക്കേഷൻ ഫോർക്ക് RF എന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് റെപ്ലിക്കേഷൻ ഫോർക്കാണ്. റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും ഇത് എങ്ങനെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് പറയുകയാണ്. ഈ സ്ട്രാൻഡിൽ എങ്ങനെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്? ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് DNA റെപ്ലിക്കേഷൻ തുടങ്ങുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് കൊടുക്കാം. ഇതിന് നമ്മൾ A എന്നും കൊടുക്കാം, ഇതിന് B എന്നും കൊടുക്കാം. ഞാൻ ഇപ്പൊ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് Aയിൽ നിന്നും Bയിലേക്കാണോ, Bയിൽ നിന്നും Aയിലേക്കാണോ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം DNA റെപ്ലിക്കേഷൻ ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം 5' to 3' ആണെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി ഏത് സ്റ്റാൻഡിൽ നിന്നാണോ DNA ഉണ്ടാകുന്നത്? സപ്പോസ് ഇപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെന്നിരിക്കട്ടെ. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അൺവൈൻഡ് ചെയ്ത് രണ്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്നാണ് പുതിയ സ്റ്റാൻഡ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഈ പഴയ സ്റ്റാൻഡ്, ഈ പാരന്റൽ സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കും ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്നും ഇതിനെ നമ്മൾ ഡോട്ടർ സ്റ്റാൻഡ് എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്, പുതിയ ഉണ്ടായിരിക്കുന്നത് ഡോട്ടർ സ്റ്റാൻഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏത് സ്റ്റാൻഡ് ആണോ ടെംപ്ലേറ്റ് ആയിട്ട് അയക്കുന്നത് ദാറ്റ് സ്റ്റാൻഡ് ഈസ് കോൾഡ് as ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഓക്കെ ആണല്ലോ. ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. അപ്പൊ ഇതും ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. ദിസ് ഈസ് എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. ദിസ് ഈസ് ഓൾസോ എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പറയുക. അപ്പൊ 3' to 5' ആണ് നമ്മൾ ഈ സ്റ്റാൻഡ് പറയാം. നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ സ്റ്റാൻഡ് നോക്കുന്നത്. ഇത് 3' to 5' സ്റ്റാൻഡ്. റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇത് 5' to 3' സ്റ്റാൻഡ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി എന്ന് പറയാം. ഞാൻ ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു
ബബിൾ ഫോം ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഒരു ബബിൾ ഫോം ചെയ്യും. ഇതാ ഇങ്ങനെ ഇവിടെ ഒരു ബബിൾ ഫോം ചെയ്യും. നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെയും അങ്ങോട്ട് റെപ്ലിക്കേഷൻ നടക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും റെപ്ലിക്കേഷൻ നടക്കും. നമ്മളിതിൽ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മളിതിൽ ഒരു പോർഷൻ മാത്രമാണ് ഇതാ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷൻ മാത്രമാണ്, മറ്റേ പോർഷൻ നമ്മൾ പറയുന്നില്ല. രണ്ടും ഒരുപോലെ തന്നെയാണല്ലോ. നമ്മൾ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് 3' to 5' ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്. ഇത് 5' to 3'. കാരണം നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് നമ്മൾ ഈ സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുക. ഇത് രണ്ടും ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്. ഇത് 3' to 5' ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. കാരണം റെപ്ലിക്കേഷൻ ഫോർക്ക് പോകുന്ന ഈ ഡയറക്ഷനിലായിട്ട് നമ്മൾ ഇങ്ങനെ വേണം സ്റ്റാൻഡിന്റെ ഡയറക്ഷൻ പറയാൻ. ഇത് 5' to 3' ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്നാണ് നമ്മൾ പറയുക. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എയിൽ നിന്ന് ബിയിലേക്കാണോ ബിയിൽ നിന്ന് എയിലേക്കാണോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക? നമുക്കറിയാം എല്ലായ്പ്പോഴും 5' to 3' ഡയറക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് 3', ഇത് ഓൾറെഡി ഈ സ്ട്രാൻഡ് ഉണ്ട്. ഇനി ഈ സ്ട്രാൻഡ് അല്ല ഉണ്ടാവേണ്ടത്, ഇനി അടുത്ത സ്ട്രാൻഡാണ് ഉണ്ടാവേണ്ടത്. ഇവിടെയാണ് സ്ട്രാൻഡ് ഉണ്ടാവേണ്ടത്. ഓക്കെ ആണല്ലോ. ആ സ്ട്രാൻഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് എയിൽ നിന്ന് ബിയിലേക്കാണോ ബിയിൽ നിന്ന് എയിലേക്കാണോ? നമുക്കറിയാം രണ്ട് സ്ട്രാൻഡും ആന്റി പാരലൽ ഇൻ നേച്ചർ ആയിരിക്കും. ശരിയാണല്ലോ. ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആന്റി പാരലൽ ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആന്റി പാരലൽ ഇൻ നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇത് 3' ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 5'. അടുത്ത സ്ട്രാൻഡിന്റെ 5' വരും. അപ്പോൾ 5' to 3' ആയിരിക്കും എല്ലായ്പ്പോഴും DNA സിന്തസിസ് നടക്കുക. 5' to 3' ആയിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, DNA പോളിമറേസിന് എന്ത് കഴിയില്ല? ഒരു പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രം അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാനേ കഴിയുള്ളൂ, അല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു പ്രൈമറിൽ നിന്നായിരിക്കും DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. കാര്യം ഇത് ഓൾറെഡി ഉണ്ടല്ലോ ഈ സ്ട്രാൻഡ് 3. ഇതല്ല നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കും ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. കാര്യം 5' to 3' ആണല്ലോ ഉണ്ടാവുക. നമുക്ക് ഈ സ്ട്രാൻഡ് ഓൾറെഡി ഉണ്ടായി. പുതിയ സ്ട്രാൻഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ് പറയുക. പുതിയ സ്ട്രാൻഡ് 5' to 3' ആണ് ഉണ്ടാവുക. ഇത് 3' ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആന്റി പാരലൽ. അപ്പൊ ഇതൊരു 3' വന്നാൽ ഇവിടെ എന്ത് വരണം? 5' വരണം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും DNA സ്ട്രാൻഡ് പുതുതായിട്ട് സ്ട്രാൻഡ് ഉണ്ടായി വരിക. അപ്പോൾ ഇവിടെയോ ഇവിടുത്തെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 5' to 3' ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 3' വരും. അപ്പൊ ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുക പോസിബിൾ അല്ല. കാര്യം DNA ഇവിടെ 5' ആണെങ്കിൽ ഇവിടെ 3' വരും. ഇവിടുന്ന് മുകളിലേക്ക് റെപ്ലിക്കേഷൻ പോവുക പോസിബിൾ അല്ല. ശരിയാണല്ലോ. അപ്പൊ റെപ്ലിക്കേഷൻ ഇവിടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സപ്പോസ് റെപ്ലിക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കട്ടെ, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കുക. കാര്യം കുറച്ച് മാത്രമേ അൺവൈൻഡ് ചെയ്തുള്ളൂ എന്നിരിക്കട്ടെ. ഇത്തിരി പോർഷൻ മാത്രമേ അൺവൈൻഡ് ചെയ്തുള്ളൂ. ഇവിടം വരെ അൺവൈൻഡ് ചെയ്തുള്ളൂ, ഇങ്ങോട്ട് അൺവൈൻഡ് ചെയ്ത് വന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ഇതാ ഇവിടെ ഒരു പ്രൈമർ ഫോം ചെയ്യും. ഇവിടെ ഒരു പ്രൈമേഴ്സ് എൻസൈം വന്ന് ഇവിടെ ഒരു പ്രൈമർ ഫോം ചെയ്യിക്കും. DNA പോളിമറേസ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ നിന്ന് ഇവിടേക്ക് വരും. ഓക്കെ ആണല്ലോ. കാര്യം ഇവിടെ 3', അപ്പൊ ഇവിടെ 5' ആയിരിക്കും. ഓക്കെ ആണല്ലോ. കാര്യം ഇവിടുന്ന് ഇവിടം വരെ അൺവൈൻഡ് ചെയ്തിരുന്നുള്ളൂ. ഇത് ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ബാക്കി കൂടി അൺവൈൻഡ് ചെയ്ത് ഇവിടെ വരെ എത്തി എന്നിരിക്കട്ടെ. അതായത് ആദ്യം നമ്മുടെ റെപ്ലിക്കേഷൻ ഫോർക്ക് ഇത്ര മാത്രം ഓപ്പൺ ചെയ്തു. അപ്പൊ ഒരു സ്ട്രാൻഡിൽ ഇങ്ങോട്ട് ഉണ്ടായി വരും, എന്നാൽ ഒരു സ്ട്രാൻഡ് ഇവിടെ ഉണ്ടായി ഇങ്ങോട്ട് വന്നു. അപ്പൊ ബാക്കി കൂടി ഓപ്പൺ ചെയ്തു. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. എന്നാൽ ഇവിടെ അങ്ങോട്ട് ഓൾറെഡി പോയിട്ട് വീണ്ടും തിരികെ വരാൻ കഴിയില്ല. എന്ത് ചെയ്യും? ഇവിടെ പുതിയ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. പറയുകയാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ കേസ് പറയാണ്. കാര്യം ഇത് കുറച്ചേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോ സപ്പോസ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിരിക്കട്ടെ. ഇത്രയും ഓപ്പൺ ചെയ്തു, കുറച്ച് ഓപ്പൺ ചെയ്തു. 5', ഇത് 3', 5', ഇത് 5', 3' ആണെന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കേസ് നമ്മളത് കുറച്ചുകൂടി അങ്ങ് അൺവൈൻഡ് ചെയ്തു. കുറച്ചുകൂടി അങ്ങ് അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെപ്ലിക്കേഷൻ ഫോർ ഇങ്ങോട്ടങ്ങ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകും. ഇത് 5', ഇത് 3'. ബാക്കി കൂടി അൺവൈൻഡ് ചെയ്താൽ ഇത് അങ്ങോട്ടങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്നാൽ ഇവിടുത്തെ റെപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല, ബാക്കിലേക്ക് പോകാൻ കഴിയില്ല. ഇവിടെ പുതിയ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരും. ഓക്കെ ആണല്ലോ. മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യം. ഇവിടെ കുറച്ച് ഓപ്പൺ ചെയ്ത് ഈ ഒരു സ്റ്റാൻഡിലെ റെപ്ലിക്കേഷന് കുഴപ്പമില്ല, അത് നേരെ അങ്ങ് പൊക്കോളും. എന്നാൽ ഇവിടുത്തെ അങ്ങനെയല്ല. ഇത് കുറച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെപ്ലിക്കേഷൻ ഇങ്ങോട്ട് നടക്കും. അപ്പൊ ബാക്കി കൂടി ഓപ്പൺ ചെയ്ത് വരും. അപ്പൊ ഇവിടെ നിന്ന് അടുത്ത റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് പോകാം, എന്നാൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോസിബിൾ അല്ല. കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടായി, ഇനി വീണ്ടും തിരികെ ഇങ്ങോട്ട് ഉണ്ടായി വരാൻ കഴിയില്ല. അപ്പൊ ഇവിടം വരെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പുതിയ റെപ്ലിക്കേഷൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ മുറിഞ്ഞായിരിക്കും നടക്കുക. ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിഞ്ഞിട്ടായിരിക്കും ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ നടക്കുക. ഇങ്ങനെയായിരിക്കും ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ നടക്കുക. അഗെയിൻ ഇവിടെ പുതിയൊരു
റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയായിരിക്കും ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ നടക്കുക. കാര്യം ഇത് ഓപ്പൺ ആയി വരുന്നതിനനുസരിച്ച് ഇവിടം വരെ ഓപ്പൺ ആയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെപ്ലിക്കേഷൻ നടന്നു, അപ്പോഴേക്കും ഇവിടെ വരെ ഓപ്പൺ ആയി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെപ്ലിക്കേഷൻ നടന്നു, അപ്പോഴേക്കും ഇവിടെ വരെ ഓപ്പൺ ആയി. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്ക് റെപ്ലിക്കേഷൻ നടന്നു. അപ്പോൾ ഒരു സ്ട്രാൻഡിൽ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും, അടുത്ത സ്ട്രാൻഡിൽ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഓക്കെ ആണല്ലോ. ഒരു സ്ട്രാൻഡിൽ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും, അടുത്ത സ്ട്രാൻഡിൽ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പൊ ഈ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഈ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കും കണ്ടിന്യൂസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കും ലീഡിങ് സ്ട്രാൻഡ് എന്നും, അങ്ങനെ ഉണ്ടാകുന്ന ആ സിന്തസിനെ നമ്മൾ വിളിക്കും കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് നമ്മൾ വിളിക്കും. അങ്ങനെ ഉണ്ടാകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായി പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ വിളിക്കും ഇത് കണ്ടിന്യൂസ് സ്ട്രാൻഡ്, ലീഡിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. എന്നാൽ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നത്, അപ്പൊ നമ്മൾ അതിനെ വിളിക്കും ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലാഗിങ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലാഗിങ് സ്ട്രാൻഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ പറയാം ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആണ്, എന്നാൽ അടുത്ത സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് DNA റെപ്ലിക്കേഷൻ ഈസ് സെമി ഡിസ്കണ്ടിന്യൂസ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആണ്, ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമ്മൾ പറയും DNA റെപ്ലിക്കേഷൻ എന്താണെന്ന് പറയും സെമി ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. സെമി ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും. കാര്യം എന്താണ്, ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആണ്, അടുത്ത സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിനെ നമ്മൾ പറയും ലീഡിങ് സ്ട്രാൻഡ് എന്നും, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിനെ നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്നും പറയും. ഓക്കെ ആണല്ലോ. ഇനിയും എന്തുകൊണ്ടാണ് ഈ സ്ട്രാൻഡിലെ സിന്തസിസ് കണ്ടിന്യൂസ് ആകുന്നത്, എന്തുകൊണ്ടാണ് ഈ സ്ട്രാൻഡിലെ സിന്തസിസ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത് നമ്മൾ പറയാൻ പോവുകയാണ്. കണ്ടിന്യൂസ് സ്ട്രാൻഡിലെ സിന്തസിസ് അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുകയാണ്. ആദ്യം പറയുന്നത് ഈ കണ്ടീഷൻ ആണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ സ്ട്രാൻഡിന്റെ സിന്തസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. പറയട്ടെ. ഈ ലീഡിങ് സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ ഓഫ് DNA റെപ്ലിക്കേഷനും മൂവ്മെന്റ് ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്കും സെയിം ആണ്. ഓക്കെ ആണല്ലോ. ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നതും ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഇവിടെ കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നത്. ഓക്കെ. എന്നാൽ ഈ കേസിലേക്ക് വരാം. ഇവിടെ എന്തുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നത് പറയുകയാണ്. ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് പോകുന്ന ഈ ഡയറക്ഷനിലും DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂസ് റെപ്ലിക്കേഷനും കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ നടക്കുന്നത് പറയുകയാണ്. ശ്രദ്ധിച്ചോളൂ. 5' to 3' സ്റ്റാൻഡിൽ 5' to ഇതാണ് ഇത് 3' to 5'. 3' to 5' സ്ട്രാൻഡിന്റെ സ്പെഷ്യാലിറ്റി ആണ്. 3' to 5' സ്ട്രാൻഡിൽ സിന്തസിസ് ഓഫ് DNA റെപ്ലിക്കേഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക് ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ ഈ 3' to 5' സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ എന്താകും, കണ്ടിന്യൂസ് ആകും. എന്തുകൊണ്ടെന്നാൽ മൂവ്മെന്റ് ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക് ആൻഡ് ഡയറക്ഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. എവിടെ? 3' to 5'. നമ്മൾ പറഞ്ഞു റെപ്ലിക്കേഷൻ ഫോർക്ക് പോകുന്ന ഡയറക്ഷനിൽ വേണം നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഡയറക്ഷൻ പറയാം. അപ്പൊ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ് 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. ഈ 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ DNA റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഡയറക്ഷൻ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഡയറക്ഷനും സെയിം ഡയറക്ഷനിലാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടുത്തെ സിന്തസിസ് കണ്ടിന്യൂസ് ആയിരിക്കുന്നത്. ഓക്കെ ആണോ? അതുകൊണ്ടാണ് അവിടെ ലീഡിങ് സ്ട്രാൻഡ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡില് DNA റെപ്ലിക്കേഷന്റെ ഡയറക്ഷനും റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ മൂവ്മെന്റും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. ഇനി എന്താണ് 5' to 3' ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ കണ്ടീഷൻ നമുക്ക് പറയാം. 5' to 3' ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ 5' to 3'
ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മൂവ്മെന്റ് ഓഫ് റെപ്ലിക്കേഷനും മൂവ്മെന്റ് ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്കും ഡയറക്ഷൻ ഓഫ് റെപ്ലിക്കേഷനും ഇത് രണ്ടും നടക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്നാൽ ഇവിടെ രണ്ടും നടക്കുന്നത് സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ സിന്തസിസ് കണ്ടിന്യൂസ് ആണ്, എന്നാൽ ഇവിടുത്തെ സിന്തസിസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ തന്നെ നോക്കുക, ഇവിടെ ഓൾറെഡി സ്ട്രാൻഡ് ഡയറക്ഷൻ 5' to 3' ആണ്. അടുത്ത സ്ട്രാൻഡ് അപ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കണം? ആന്റി പാരലാണ്. എപ്പോഴും DNA ഡയറക്ഷൻ DNA ഡയറക്ഷൻ എല്ലായ്പ്പോഴും, സിന്തസിസിന്റെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും 5' to 3' ആണ്. ഇവിടെ ഓൾറെഡി സ്ട്രാൻഡ് തന്നെ എന്തായിപ്പോയി? 5' to 3' ആണ് ഓൾറെഡി സ്ട്രാൻഡ്. ശരിയാണല്ലോ? അപ്പൊ അഗൈൻ വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാവുന്ന പോസിബിൾ അല്ല, തിരികെ ഉണ്ടാവണം. തിരികെ ഉണ്ടാവുക മീൻസ് 3' to 5' പോസിബിൾ അല്ല, അതുകൊണ്ട് തിരിഞ്ഞാണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? ഇതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ ലാഗിങ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയി പോകുന്നത്. അപ്പൊ ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആണ്, അടുത്ത സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ നമ്മൾ രണ്ടോട് ചേർത്ത് പറയുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ ഈസ് സെമി ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് DNA റെപ്ലിക്കേഷനെ സെമി ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഒരു സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആണ്, അടുത്ത സ്ട്രാൻഡിലെ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ടാണ് ഏത് സ്ട്രാൻഡിലാണ് കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നത്? 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ. 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡിലാണ് DNA റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് 3' to 5' സ്ട്രാൻഡിൽ 3' to 5' സ്ട്രാൻഡിൽ എന്തുകൊണ്ടാണ് DNA സിന്തസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്? കാരണം എന്തെന്നാൽ അവിടെ DNA സിന്തസിസ് ചെയ്യുന്നതും റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്നതും സെയിം ഡയറക്ഷനിലാണ്. എന്നാൽ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ 5' to 3' ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റെപ്ലിക്കേഷന്റെ ഡയറക്ഷനും റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഡയറക്ഷനും രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അവിടെ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ലാഗിങ് സ്ട്രാൻഡ് കുറെ ഫ്രാഗ്മെന്റ്സ് ആയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഉണ്ടാവുക. ഈ ലാഗിങ് സ്ട്രാൻഡിന്റെ ഫ്രാഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഫ്രാഗ്മെന്റ്സ് ഓഫ് ലാഗിങ് സ്ട്രാൻഡ്, അതിനെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാഗിങ് സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് കുറെ ഫ്രാഗ്മെന്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓരോ ഫ്രാഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ലാസ്റ്റ്ലി ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെയൊക്കെ ജോയിൻ ചെയ്യിക്കണം. അത് എങ്ങനെയായിരിക്കും നിങ്ങൾക്കൊന്ന് പറയാമോ? നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. ഈ ഒരു ടേം യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാമോ? ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിക്കുന്നത് DNA ലിഗേസ്. നമ്മൾ മുൻപേ പറഞ്ഞു DNA ലിഗേസ്, DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിക്കുന്നതാണ് DNA ലിഗേസ്. അതാണ് അങ്ങനെ ആ DNA ഫ്രാഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിക്കുന്ന ആളാണ് DNA ലിഗേസ്. അപ്പോൾ DNA ലിഗേസ് ജോയിൻസ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. DNA ligase joins these fragments. ഓക്കെ ആണല്ലോ? അടുത്ത നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ബാക്ടീരിയയുടെ കേസിൽ, ഈക്കോളൈ പോലെയുള്ള ബാക്ടീരിയയുടെ കേസിൽ റെപ്ലിക്കേഷൻ നടക്കുന്നത് 18 മിനിറ്റ്സിലാണ് റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ബാക്ടീരിയ പോലെയുള്ള ആ പ്രോകാരിയോട്സിന്റെ കേസിൽ DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 18 മിനിറ്റ്സ് കൊണ്ടാണ്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നതാണ് റേറ്റ് ഓഫ് DNA റെപ്ലിക്കേഷൻ പറയുകയാണ്. ഒരു സെക്കൻഡിൽ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സ്പീഡ് ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് DNA റെപ്ലിക്കേഷൻ. ഒരു സെക്കൻഡിൽ 2000 ബേസസിനെയാണ് ആഡ് ചെയ്യുക. 2000 ബേസസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ
2000 ബേസസിനെയാണ് ആഡ് ചെയ്യുക. ഇതാണ് സ്പീഡ് എന്ന് പറയുക. ഇത്രയും ന്യൂക്ലിയോടൈഡ്സിനെയാണ് ആഡ് ചെയ്യുക ഓരോ സെക്കൻഡിലും. ഇത് ന്യൂക്ലിയോടൈഡ്സിനാണല്ലോ ഇവിടെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഓരോ സെക്കൻഡിലും ആഡ് ചെയ്യുന്നത് 2000 ബേസസിനെയാണ് ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പോയിന്റ് പറയുന്നതാണ് DNA റെപ്ലിക്കേഷൻ എനർജറ്റിക്കലി വെരി എക്സ്പെൻസീവ് പ്രോസസ്. ഒരുപാട് എനർജി വേണ്ട ഒരു പ്രോസസ്സാണ് DNA റെപ്ലിക്കേഷൻ. ഓക്കെ ആണല്ലോ. റെപ്ലിക്കേഷൻ ഇസ് ആൻ എനർജറ്റിക്കലി എക്സ്പെൻസീവ് പ്രോസസ്. ഒരുപാട് എനർജി വേണ്ടി വരുന്ന ഒരു പ്രോസസ്സാണ്. എനർജറ്റിക്കലി വെരി എക്സ്പെൻസീവ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് വേണ്ടി വരുന്ന എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? ന്യൂക്ലിയോടൈഡ്സുകളാണ് ഇതിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയോടൈഡ്സിന് രണ്ട് ഫംഗ്ഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ന്യൂക്ലിയോടൈഡ്സിന് രണ്ട് ഫംഗ്ഷൻ ആണ് നമുക്ക് പറയുന്നത്. ഇവർ രണ്ട് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. ഫസ്റ്റ് ഇതിനുള്ള സബ്സ്ട്രേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. അതായത് സബ്സ്ട്രേറ്റ് എന്ന് അറിയാമല്ലോ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ആക്കിയിരുന്നു. കുറെ ന്യൂക്ലിയോടൈഡിനെ കൂടിച്ചേരുന്നതാണല്ലോ DNA എന്ന് പറയുന്നത്. അപ്പൊ ആ ന്യൂക്ലിയോടൈഡുകളാണ് കൂടിച്ചേരുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡുകളാണ് ഇവിടുത്തെ സബ്സ്ട്രേറ്റ്. പ്രോഡക്റ്റ് ആണ് പോളിന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ DNA. അപ്പൊ ഇവിടെ കൂടിച്ചേരുന്ന ആ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ. ന്യൂക്ലിയോടൈഡിന്റെ രണ്ട് ഫംഗ്ഷൻ ആണ് ആക്ട് ആസ് സബ്സ്ട്രേറ്റ്. അതാണ് ന്യൂക്ലിയോടൈഡിന്റെ ഒരു ഫംഗ്ഷൻ. ന്യൂക്ലിയോടൈഡിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എനർജറ്റിക്കലി വെരി എക്സ്പെൻസീവ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. അതിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ന്യൂക്ലിയോടൈഡ്സ് തന്നെയാണ്. പ്രൊവൈഡ് എനർജി ഫോർ DNA റെപ്ലിക്കേഷൻ. ബൈ ഫംഗ്ഷൻ, ഡ്യുവൽ ഫംഗ്ഷൻ ആണ് ന്യൂക്ലിയോടൈഡ്സിനുള്ളത്. ദേ ആക്ട് ആസ് സബ്സ്ട്രേറ്റ് ഫോർ DNA സിന്തസിസ്. ഇപ്പൊ കുറെ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നതാണ് DNA എന്ന് പറഞ്ഞത്. അപ്പൊ ന്യൂക്ലിയോടൈഡ്സ് ആണ് സബ്സ്ട്രേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ പ്രോസസ്സിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും ന്യൂക്ലിയോടൈഡ്സ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്. ഇത് നമ്മൾ വേറൊരു പോയിന്റ് പറയുന്നതാണ്, DNA റെപ്ലിക്കേഷൻ നടന്നിട്ട് സെൽ ഡിവിഷൻ നടന്നില്ലെങ്കിൽ, അതായത് DNA റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ സെൽ ഡിവിഷൻ നടക്കണം. എന്നാൽ DNA റെപ്ലിക്കേഷൻ നടന്നു എന്നാൽ സെൽ ഡിവിഷൻ നടക്കുന്നില്ല. അങ്ങനെ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലോയിഡി ലെവൽ ഡബിൾ ആവും. മനസ്സിലായല്ലോ. പ്ലോയിഡി ഇൻക്രീസ് ചെയ്യും, സെല്ലിന്റെ ക്രോമസോം നമ്പർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതായത് സെൽ ഡിവിഷൻ നടക്കുന്നില്ല, റെപ്ലിക്കേഷൻ നടക്കുന്നു. റെപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെല്ലിന്റെ ക്രോമസോം നമ്പർ ഡബിൾ ആവും, പ്ലോയിഡി ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. പ്ലോയിഡി ഡബിൾ ആവും, ക്രോമസോം നമ്പർ ഡബിൾ ആവും. അതാണ് പറഞ്ഞത്, ഇഫ് സെൽ ഡിവിഷൻ does not occur after if cell division does not occur after replication, but that will leads to polyploidy. അങ്ങനെയാണ് പോളിപ്ലോയിഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ പോളിപ്ലോയിഡി എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ എക്സ്ട്രാ കുറച്ച് പറഞ്ഞ പോയിന്റ്സുകളായിരുന്നു, ഇത്രയായിരുന്നു. ഓക്കെ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും പഠിക്കാനുള്ളത് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. റെപ്ലിക്കേഷൻ കഴിഞ്ഞു, അടുത്താണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ ആണല്ലോ. നമുക്കറിയാം എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന്. DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ഇപ്പൊ നമുക്കറിയാം DNA ഡബിൾ സ്ട്രാൻഡ് ആണെന്ന് നമുക്കറിയാം, ശരിയാണല്ലോ. എന്നാൽ DNA-യുടെ 2 സ്ട്രാൻഡിൽ നിന്നും ഇതിൽ നിന്നും RNA ഉണ്ടായി, ഇതിൽ നിന്നും RNA ഉണ്ടായി, അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. ഏതെങ്കിലും ഒരു സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ RNA ഉണ്ടാവുകയുള്ളൂ. ഇതെന്താ, 2 സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ഈ സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടായി, ഈ സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടായി, രണ്ടും കോംപ്ലിമെന്ററി ആയിരിക്കും അല്ലേ? ഈ RNA-യും ഈ RNA-യും കോംപ്ലിമെന്ററി എന്ന് വെച്ചാൽ ഇത് അവിടെ അഡിനിൻ വന്നാൽ ഇവിടെ യുറാസിൽ. ശ്രദ്ധിക്കുക, RNA-യിൽ തൈമിൻ വരില്ല, യുറാസിലായിരിക്കും വരിക. ഇവിടെ ഗ്വാനിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റോസിൻ, ഇവിടെ സൈറ്റോസിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്വാനിൻ, ഇവിടെ യുറാസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡിനിൻ, ഇങ്ങനെ വരും. അപ്പോൾ ഇത് രണ്ടും കോംപ്ലിമെന്ററി ആയിരിക്കും. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഡബിൾ സ്റ്റാൻഡ് RNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ആ ഡബിൾ സ്റ്റാൻഡ് RNA നശിപ്പിച്ചു കളയും. അങ്ങനെ ഒരു മെക്കാനിസം സെല്ലിനുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് 2 സ്റ്റാൻഡിൽ നിന്നും ഒരിക്കലും RNA ഫോം ചെയ്യുകയില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ പറയുമ്പോൾ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് RNA ഫ്രം DNA ആണ്. ഇവിടെ 2 സ്റ്റാൻഡിൽ നിന്നും RNA ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിന്ന് മാത്രമേ RNA ഉണ്ടാവുകയുള്ളൂ. അത് ഏത് സ്റ്റാൻഡാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം.
ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ബേസിക് യൂണിറ്റിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ്. ബേസിക് യൂണിറ്റ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ്. Basic unit for transcription is called as transcriptional unit. Transcriptional unit ൽ 3 പോർഷൻ ആണ് വരിക. പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരു പോർഷൻ. ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ആൻഡ് ടെർമിനേറ്റർ. ടെർമിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് ടെർമിനേറ്റർ. മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്ന പോർഷൻ ആണ് സ്ട്രക്ചറൽ ജീൻ. ഇനിഷ്യേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് പ്രൊമോട്ടർ. അപ്പൊ നമുക്കൊരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോ സപ്പോസ് ഒരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ആണെന്നിരിക്കട്ടെ. ഇപ്പൊ DNA ആണല്ലോ, അപ്പൊ ഇതിനൊരു 5 പ്രൈം എൻഡ് ഉണ്ടാവും. ഫൈവ് പ്രൈം, 3 പ്രൈം, 3 പ്രൈം, 5 പ്രൈം. ഓക്കെ ആണല്ലോ. 5 പ്രൈം ടു 3 പ്രൈം അഗൈൻ ആന്റിപാരലാണ് 5 പ്രൈം ടു 3 പ്രൈം. പിന്നെ 3 പോർഷൻ നമ്മൾ പറഞ്ഞു. ഒരു റീജിയൻ പ്രൊമോട്ടർ, ടെർമിനേറ്റർ ആൻഡ് സെന്ററിൽ വരുന്ന സ്ട്രക്ചറൽ ജീൻ. ഓക്കെ ആണല്ലോ. പ്രൊമോട്ടർ, ടെർമിനേറ്റർ, സ്ട്രക്ചറൽ ജീൻ. എല്ലായ്പ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഫ്രം പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ആയിരിക്കും. എല്ലായ്പ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ആയിരിക്കും. എല്ലായ്പ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. ഓക്കെ ആണല്ലോ. ട്രാൻസ്ക്രിപ്ഷൻ ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ റീജിയൻ. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന 3 പോർഷൻ: പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. ഓക്കെ ആണല്ലോ. ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ പ്രൊമോട്ടർ, ടെർമിനേറ്റർ, സ്ട്രക്ചറൽ ജീൻ എന്നൊക്കെ നോക്കാം. ഓക്കെ ആണല്ലോ. ഈ RNA ഉണ്ടാക്കുന്ന എൻസൈം, RNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈം ആണ് RNA പോളിമറേസ്. RNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈം ആണ് RNA പോളിമറേസ്. ഈ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ്, ആ സ്ഥലം, അതാണ് പ്രൊമോട്ടർ. ഓക്കെ ആണല്ലോ. അപ്പൊ പ്രൊമോട്ടർ എന്താണ്? സൈറ്റ് ഫോർ ബൈൻഡിങ് ഓഫ് RNA polymerase. It is the promoter is the site for binding site for binding of RNA polymerase. സ്ട്രക്ചറൽ റീജിയൻ പറയുകയാണ്. RNA കോഡിന് ഇവിടെ നിന്നാണ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ RNA പ്രൊഡ്യൂസിങ് റീജിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻ. RNA producing region, that is called as structural gene. RNA synthesis സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ്, ആ സൈറ്റിനെ വിളിക്കുന്ന പേരാണ് ടെർമിനേറ്റർ. അപ്പൊ ടെർമിനേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോപ്പ് RNA synthesis. ഹെൽപ്സ് ടു സ്റ്റോപ്പ് RNA synthesis. ആ റീജിയനാണ് നമ്മൾ ടെർമിനേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതാണ് 3 റീജിയൻ.